നമ്മളെല്ലാവരും കൂടി ഇന്ന് രാവിലെ തന്നെ കോടിക്കൽ ബീച്ചിലാണേ ഉള്ളേ. കുറച്ച് മീൻ വാങ്ങാൻ വേണ്ടി വന്നതാട്ടോ. കൊല്ലത്തൂന്ന് പയ്യോളി എത്തിയത്. ഇന്ന് നമ്മുടെ ബീച്ചിൽ ജീവനുള്ള മീനിനെ കാണാനും മേടിക്കാനും പോവാണ്. ഇന്നലെ ആട്ടോ പാക്കുച്ചേട്ടനും ഫാമിലിയൊക്കെ നമ്മളെ വീട്ടിൽ വന്നത്. അപ്പോൾ ഇവർക്ക് ഫ്രഷ് മീൻ കാണാനും വാങ്ങിച്ചിട്ട് കറി വെച്ചിനും പൊരിച്ചൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ കോടിക്കൽ ബീച്ചിൽ രാവിലെ തന്നെ ഇവരെയും കൂട്ടിയെത്തിയത്. നമ്മളൊരു 9:30-10 മണിയാകുമ്പോഴത്തേക്ക് ബീച്ചിലെത്തിയിട്ടോ. അപ്പോഴത്തേക്ക് അവിടെ ഓരോ ഫൈബറൊക്കെ ഇങ്ങനെ അടുപ്പിച്ചിട്ട് കൊട്ടയിൽ മീനാക്കിയിട്ട് ഇങ്ങനെ കരയിലേക്കൊക്കെ കൊണ്ടുവരുന്നുണ്ട്. കുറേ തരം മീനൊക്കെ. കോടിക്കൽ ബീച്ചിലൊക്കെ നമ്മൾ ഇതിന് മുന്നേ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മീനൊക്കെ വരുന്ന സമയത്തും മീനൊക്കെ വാങ്ങാനൊക്കെ വേണ്ടി ഞാൻ ആദ്യമായിട്ടാട്ടോ ജയശേട്ടൻ്റെ ഒക്കെ കൂടെ പോകുന്നത്. ഓരോ ഫൈബറിനും ഇങ്ങനെ മീൻ കൊട്ടയിലാക്കിയിട്ട് കരയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പലതരത്തിലുള്ള മീനൊക്കെ ഉണ്ട്. നമ്മളതൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് ഇങ്ങനെ നോക്കുക. അവസാനം നമുക്ക് കൺഫ്യൂഷനായി ഏത് വാങ്ങണം. അധിക നേരമൊന്നും ചുറ്റിത്തിരിയേണ്ട വന്നിക്കില്ല കേട്ടോ. നമ്മളെ വാങ്ങലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിക്കേ. കുറേ തരം മീനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഓരോരുത്തർ വന്നിട്ട് അതിന് പൈസയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ കണ്ണിൽ ആദ്യമേ പെട്ടത് അയിലയും അതേപോലെ കൂന്തളുമാണേ. കൊട്ടയിലുള്ള കൂന്തളാണേ നമ്മൾ വാങ്ങിയത്. അതേപോലെ തന്നെ ഇതേപോലെ ഒരു കൊട്ടയിലുള്ള അയിലയും. ഇവരെപ്പം കൊല്ലത്ത് നമ്മളെ പയ്യോളെത്തിയാലും ഇവർക്ക് ഫ്രഷ് മീൻ വേണം കേട്ടോ. അതുകൊണ്ട് നമ്മൾ പുഴയോരത്തായാലും കടപ്പുറമൊക്കെ ആയാലും ഇങ്ങനെ പോയിട്ട് ഒന്നിൽ പിടിച്ചിട്ടോ അല്ലെങ്കിൽ വാങ്ങിയിട്ടൊക്കെയാണ് ഇവർക്ക് കൊടുക്കുക. ഇത്തെ മീൻ ഭയങ്കര ടേസ്റ്റാണ് എപ്പോഴും പറയുക. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് കുറേ അയിലയും കണ്ട ഒരു സഞ്ചി നിറച്ച അയിലയും അതേപോലെ തന്നെ കൂന്തളില്ലേ കൊട്ടയിലുള്ള കൂന്തൾ മൊത്തം നമ്മളിന്ന് വാങ്ങിയേ. സംഭവം ഇത് കുറേ ഉണ്ട് കേട്ടോ. കറി വെച്ചാലും പൊരിച്ചാലും ഒക്കെ എന്നാലും ബാക്കിയുണ്ട്. ഇവർ മടുക്കോളം കൂട്ടട്ടല്ലേ. ഇവർക്ക് അത്ര ഇഷ്ടം ഇവിടുത്തെ മീൻ. ജീവനുള്ള മീനാണ്. അങ്ങനെ നിറയെ മീനൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു പോകുക കേട്ടോ. ഇന്ന് നമുക്കിത് വെച്ചൊരു സമുദ്ര സദ്യ തന്നെ ഉണ്ടാക്കണം. സമുദ്ര സദ്യ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.